Hello everyone, good afternoon and welcome back to Visa for Study. അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു വെബിനാർ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജപ്പാനിലേക്ക് ഫീമെയിൽ കെയർ വർക്കറായിട്ട് എങ്ങനെ പോകാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് മാൾട്ടയിലേക്ക് പോവാം, അതേപോലെ സൗത്ത് കൊറിയയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള പല ടോപ്പിക്സും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ജപ്പാനിലേക്ക് പഠിക്കാനായിട്ട് നമുക്ക് എങ്ങനെ പോകാം, ഏറ്റവും എളുപ്പത്തിൽ ജപ്പാനിൽ പോയി എങ്ങനെ പഠിക്കാം, അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വെബിനാർ ലീഡ് ചെയ്യുന്നത് വിസ ഫോർ സ്റ്റഡി MD, അതുപോലെ തന്നെ സീനിയർ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ് ആയ അഡ്വക്കേറ്റ് ബെന്നി തോമസ് ആയിരിക്കും. സോ സാറിനെ ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഈ ഒരു വെബിനാർ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഓൾ ആൻഡ് ഓവർ ടു യു ബെന്നി സർ. താങ്ക് യു മിസ്റ്റർ ആൽവിൻ. നമുക്ക് ഈ സെഷൻ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ഈ സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിന്റെ എൻഡിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയറൻസിനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. എല്ലാവരും ഒന്ന് വീഡിയോയും ഓഡിയോയും മ്യൂട്ട് ചെയ്ത് ഈ സെഷൻ അറ്റൻഡ് ചെയ്തതാണ്. നമുക്ക് ഇന്നിവിടെ പറയുന്ന ജപ്പാനിലേക്ക് 2-3 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ഫീമെയിൽ കെയർ വർക്കറായിട്ട് പോവാം, മറ്റൊന്ന് നിങ്ങൾക്ക് സ്കിൽഡ് വർക്കറായിട്ട് പോവാം, ലാസ്റ്റത്തെ ഓപ്ഷൻ സ്റ്റഡിയിൽ പോവാം. സ്റ്റഡി ഓപ്ഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റഡി ഓപ്ഷനിൽ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠനത്തിന് വേണ്ടിയിട്ട്, ജപ്പാനീസ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ജപ്പാനിൽ പോയി അതിൻ്റെ ഹയർ ലെവൽസിലേക്ക് പോകുന്ന ഒരു സ്കീമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ജപ്പാൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജപ്പാൻ ഏഷ്യൻ കൺട്രീസിലെ ഏറ്റവും എമർജിങ്ങും ലീഡിങ്ങുമായിട്ടുള്ള ഇക്കോണമിയിലും ടെക്നോളജിയിലും മറ്റു കാര്യങ്ങളിലും ഏറ്റവും അധികം ലീഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജപ്പാൻ. ജപ്പാന്റെ ഏഷ്യൻ കൺട്രിയാണ്. ജപ്പാനിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫെസിലിറ്റീസ്, ടെക്നോളജിയിൽ ട്രെയിൻ, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിൻ വേൾഡിൽ ഓടുന്നത് ജപ്പാനിലാണ്. ജപ്പാൻ പാസ്പോർട്ട് ഏറ്റവും പവർഫുൾ ആണ്. ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം 194 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പോകാൻ പറ്റുന്ന ഒരു പാസ്പോർട്ടാണ് ജപ്പാന്റെ. 205 റെക്കഗ്നൈസ്ഡ് കൺട്രികളിൽ 194 പോകാവുന്ന 4 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ജപ്പാൻ. അതുപോലെ ജപ്പാനിൽ പ്ലെന്റി ഓഫ് ജോബ്സ് അവൈലബിൾ ആണ്. ജപ്പാൻ ടെക്നോളജിയിലും പ്രൊഡക്ഷനിലും എഞ്ചിനീയറിംഗിലും എല്ലാം വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ജോബിന് പോകുന്നവരും സ്റ്റഡിയിൽ പോകുന്നവരും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ജപ്പാൻ. ജപ്പാന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഏജിങ് പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് ഏറ്റവും അധികം സപ്പോർട്ട് വർക്കേഴ്സ്, കെയർ വർക്കേഴ്സ്, ഹെൽത്ത് സെക്ടർ വർക്കേഴ്സിന് ആവശ്യമുള്ള ഒരു കൺട്രിയാണ് ജപ്പാൻ. ജപ്പാനിലേക്ക് പോകുന്ന കെയർ വർക്കേഴ്സിന്റെ സ്കോപ്പും അതുകൊണ്ട് തന്നെയാണ്. ഇനിയും ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇന്ത്യ ഗവൺമെന്റും ജപ്പാൻ ഗവൺമെന്റും തമ്മിൽ ഇൻഡോ ഗവൺമെന്റ് ട്രീറ്റി ഉള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും സുഗമമായിട്ട് ജപ്പാനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഓപ്ഷൻ ഇൻഡോ ജപ്പാൻ ട്രീറ്റിയിലൂടെ കൊടുക്കുന്നുണ്ട്. അത് പ്രകാരം ഇഷ്ടംപോലെ ആപ്ലിക്കൻസ് ജോബിലേക്ക് ഓൾറെഡി ജപ്പാനിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ മറ്റ് സെമിനാറുകളിലൊക്കെ വിസ ഫോർ സ്റ്റഡിയും ഇതേ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കെയർ വർക്കേഴ്സ്, സ്കിൽഡ് വർക്കേഴ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് സ്റ്റഡി റൂട്ടിലെത്തി എങ്ങനെ നമുക്ക് ജപ്പാനിൽ സെറ്റിൽ ആവാം, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2-3 റൂട്ടിലൂടെ പോകാൻ കഴിയും. ഒന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് ജപ്പാനീസ് ലാംഗ്വേജ് പഠിച്ചു പോകുക എന്നുള്ളതാണ്. വീണ്ടും അതിന്റെ ഹയർ ലെവൽ പഠിക്കാൻ വേണ്ടി പോകുക. ഏറ്റവും ബേസിക് ലെവൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ബേസിക് ലെവൽ പഠിച്ച് നമ്മൾ സെക്കൻഡ് ലെവൽ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തേർഡ് ലെവലും കൂടി പഠിക്കാൻ വേണ്ടി ജപ്പാനിൽ പോകുന്നു. അപ്പോൾ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് ബേസിക് ലെവൽ എത്ര പഠിക്കണം, എന്ത് പഠിക്കണം, ആരൊക്കെ എലിജിബിൾ ആകും. നമ്മുടെ എലിജിബിലിറ്റി പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് മിനിമം +2 യോഗ്യത ഉള്ളവർക്കാണ് ഈ പറഞ്ഞ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നത്. ഏജ് നമുക്കൊരു ഫാക്ടർ അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ +2 കഴിഞ്ഞു, 5 വർഷത്തെ 6 വർഷത്തെ ഗ്യാപ്പ് വന്നാൽ പോലും നിങ്ങൾക്ക് ഈ സ്കീമിൽ ജപ്പാനിലേക്ക് പഠനത്തിന് പോകാവുന്നതാണ്. അപ് ടു ദി ഏജ് ഓഫ് 35 വരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം +2 മിനിമം യോഗ്യത ഉണ്ടാവുക. നിങ്ങളുടെ മറ്റ് ക്വാളിഫിക്കേഷൻസോ എക്സ്പീരിയൻസോ
ഒന്നും ഇതിൻ്റെ അകത്ത് കൗണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെൽ ആൻഡ് ഗുഡ്. ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഞാൻ ഇതിൻ്റെ അകത്ത് പറയാം. അപ്പം ഡിഗ്രി ഉള്ളവർക്ക് അതിലും ബെറ്റർ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും. ഡിഗ്രി ഇല്ലാത്ത +2കാർക്ക് ഏറ്റവും ബേസിക് ഓപ്ഷനിൽ പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് എലിജിബിലിറ്റി വേണ്ടത്. ഈ എലിജിബിലിറ്റിക്ക് പുറമെ വേണ്ട ഇംഗ്ലീഷ് പ്രൊഫഷൻസി ആവശ്യമില്ല. നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നല്ലത്. ഇനിയും ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് ആണെങ്കിൽ അത് നിങ്ങളുടെ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ട ഏക എലിജിബിലിറ്റി എന്ന് പറയുന്നത് N5 ലെവൽ ഓഫ് ജപ്പാനീസ് ലാംഗ്വേജ് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പാസ്സായിരിക്കും. അതായത് JLPT എന്ന് പറയുന്ന ജപ്പാനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് N5, N4, N3, N2, N1 ഇതാണ് ലെവൽസ്. അപ്പൊ ഈ N5 പാസ്സാകണം. പാസ്സായവർക്കാണ് ഈ അഡ്മിഷൻസിന് യോഗ്യതയുള്ളത്. ജപ്പാനിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അഡ്മിഷൻസ്, ജപ്പാനിലെ മേജർ സിറ്റികളിലെല്ലാം ഈ കോളേജുകളും യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ടൈപ്പിലൂടെ നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ ജപ്പാനീസ് ലാംഗ്വേജ് ആദ്യത്തെ ലെവൽ 5 പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? അതിന് നമ്മുടെ സപ്പോർട്ട് എന്താണ്? വിസ ഫോർ സ്റ്റഡി ഇത് നിങ്ങളിവിടെ ഈ ഇതിൽ കാണുന്നത് പോലെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പാസ് സ്കീമുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുകയും ആദ്യവും അവസാനവും ഒക്കെ ചോദിക്കുന്നത്, ഇപ്പൊ തന്നെ നമ്മുടെ മറ്റ് പ്രോഗ്രാമുകളിലൊക്കെ സൈൻ ചെയ്യാൻ വരുന്നവർ പെൻഡിങ് ആയി നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: ഞാനിത് പാസ്സാകുമോ, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, എൻ്റെ പൈസ പോകുമോ, എൻ്റെ ടൈം നഷ്ടപ്പെടുമോ? അപ്പോൾ ഇതിൽ N5 ലെവല് വിസ ഫോർ സ്റ്റഡിയുടെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ട്രെയിനിങ് ജപ്പാൻ ട്യൂട്ടേഴ്സ് തന്നെയാണ് തരുന്നത്. നമ്മൾ 200 hours ഓഫ് സ്റ്റഡി ഓൺലൈനിൽ മതി. റെസിഡൻഷ്യൽ പ്രോഗ്രാം ഇതിന് ആവശ്യമില്ല. ഓൺലൈൻ പ്രോഗ്രാമിൽ 200 hours നിങ്ങൾക്ക് പഠിക്കണം. അത് കൃത്യമായിട്ടും ഞങ്ങൾ പറയുന്ന പാറ്റേണിൽ കൃത്യമായ ഹോംവർക്ക് ചെയ്ത് കൃത്യമായ നിങ്ങളുടെ ട്യൂട്ടേഴ്സിന്റെ ഡയറക്ഷൻസ് എടുത്ത് നിങ്ങൾ പഠിച്ച് നിങ്ങളത് പാസ്സാവും. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യണം. നിങ്ങൾ ഉഴപ്പി നടന്നിട്ട് വന്നിട്ട് പാസ്സായില്ല എന്ന് പറയരുത്. അതിന് കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാവും. നിങ്ങളുടെ അറ്റൻഡൻസ്, നിങ്ങളുടെ എല്ലാ ഇതും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. വീഡിയോ റെക്കോർഡിങ്ങും ഓഡിയോ റെക്കോർഡിങ്ങും ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാനുള്ള ഫർദർ ഫോളോ അപ്പ് എല്ലാം ഞങ്ങൾ തരുന്നുണ്ടാവും. അങ്ങനെ 200 hours നിങ്ങൾ ഈ പറഞ്ഞ സെഷനിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ N5 പാസ്സായിരിക്കും. പാസ്സായില്ല എങ്കിൽ ഞങ്ങളുടെ ഓഫർ ഇവിടെ കാണുന്നുണ്ട്. ഗ്യാരണ്ടി പാസ്, ഇല്ലെങ്കിൽ മണി ബാക്ക് ഗ്യാരണ്ടി ആണ് നമ്മുടെ. അത് ഈ ബ്രോഷറിൽ പറയുന്നില്ല. മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. എന്താണ് മണി ബാക്ക് ഗ്യാരണ്ടി? നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഫീസ് എത്രയാണോ അത് കംപ്ലീറ്റ്ലി റിട്ടേൺ ചെയ്തു തരും. അതാണ് ഗ്യാരണ്ടി. അപ്പൊ നിങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് പാസ്സാകും. ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ പാസ്സാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മണി ബാക്ക് തരും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും മടിച്ചു നിൽക്കാതെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. എല്ലാവരുടെ ഏറ്റവും ബിഗസ്റ്റ് ചലഞ്ച് ഇതാണ്. കാരണം ക്വാളിറ്റി ടീച്ചിങ് കിട്ടാത്തത് കൊണ്ട്, കൃത്യമായ ക്ലാസ്സുകൾ കൊടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി ട്രെയിനേഴ്സ് കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ ട്രെയിനേഴ്സ് ഇനി ഈവൻ ഇന്ത്യൻസ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവരൊക്കെ N1 ഏറ്റവും ടോപ്പസ്റ്റ് ലെവൽ പാസ്സായവരാണ് പഠിപ്പിക്കുക. മറ്റ് ജപ്പാനീസ് ട്യൂട്ടേഴ്സും വന്ന് പഠിപ്പിക്കുന്നുണ്ട്. ജപ്പാൻ ലാംഗ്വേജ് കൈവശമുള്ളവർ എഴുതിയാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് N1. ഏറ്റവും ഹയസ്റ്റ് ആണ്. ഇപ്പൊ IELTS ഔട്ട് ഓഫ് 9 ആണ്. ഔട്ട് ഓഫ് 9 ഒരു ഇംഗ്ലീഷുകാരൻ എഴുതിയാൽ ഒരിക്കലും അത് കിട്ടില്ല. അപ്പൊ അത് കിട്ടുന്ന മലയാളികളുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ട്രെയിനേഴ്സ് N1 ലെവൽ, ഹയസ്റ്റ് ലെവൽ പാസ്സായവരാണ് പഠിപ്പിക്കുന്നത്. കൃത്യമായ ലെവലിൽ നമ്മൾ പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഈ ഓഫർ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് ആയിരുന്നു N5 ലെവൽ പാസ്സാകുക എന്നുള്ളത്. അത് ഗ്യാരണ്ടി പാസ്, മണി ബാക്ക് സ്കീമോട് കൂടി വിസ ഫോർ സ്റ്റഡി എല്ലാ ബ്രാഞ്ചുകളിലും. നമുക്ക് കേരളത്തിൽ 10 ബ്രാഞ്ചുകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. ഈ 10 ബ്രാഞ്ചിലും ഈ സ്കീം അവൈലബിൾ ആണ്. ഇന്നിപ്പോൾ പലരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പല ബ്രാഞ്ചുകാർ പറഞ്ഞിട്ട് നിങ്ങളിവിടെ ഈ വെബിനാറിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം തിരിച്ച് ഈ ബ്രാഞ്ചുകളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ജപ്പാനിൽ പോകാൻ പറ്റാണ്ട് സ്ട്രഗിൾ ചെയ്തവർക്ക് ഇത് ഏറ്റവും ബിഗസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജപ്പാനിൽ എത്താൻ പറ്റും. ഇനി ജപ്പാനിൽ എത്താൻ നിങ്ങൾ ഈ പറഞ്ഞ എലിജിബിലിറ്റി ഉണ്ട്, +2 കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പം ഇൻടേക്കിനെ പറ്റി മനസ്സിലായി. വളരെ നിയർ ബൈ ആയിട്ടുള്ള ഏറ്റവും ഡെഡ് ലൈൻ ക്ലോസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഡിസിഷൻസ് വളരെ ഫാസ്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയൂ. അടുത്തത്, എന്ത് പഠനത്തിനാണ് നിങ്ങൾ പോകുന്നത്? എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ? എത്രയാണ് ഇതിന്റെ ഡ്യൂറേഷൻ? നിങ്ങൾ പോകുന്ന പ്രോഗ്രാം 2 years പ്രോഗ്രാം, 1 year പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമുക്കതിനെ സെഗ്രിഗേറ്റ് ചെയ്യാം. നിങ്ങൾ N5 ഇവിടുന്ന് പഠിച്ചു, പാസ്സായി. നിങ്ങൾ ഇനി ജപ്പാനിൽ പോയി പഠിക്കുന്നത് ഇതിന്റെ ഹയർ ലെവലാണ്.
ഞാൻ സൂചിപ്പിച്ചതുപോലെ നെക്സ്റ്റ് ലെവൽ N4 ആണ്. N4ഉം N3യും പഠിക്കാനാണ് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് N4 പഠിച്ചു കഴിഞ്ഞാൽ പോലും ഈവൻ ജോബിലേക്ക് അവിടെ നിന്ന് മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ മനസ്സിലാവും. TITP ടെക്നിക്കൽ ഇന്റേൺ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞ സ്കീമിലേക്ക് നിങ്ങൾക്ക് N4 ഉണ്ടെങ്കിൽ പോലും മാറാം. N3 ഉണ്ടെങ്കിൽ SSW സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ പ്രോഗ്രാമിലേക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഒരു ലെവൽ പഠിച്ചിട്ട് വേണമെങ്കിൽ മാറാം. ചില കോളേജുകൾ 1 ഇയർ കൊണ്ട് ഈ 2 ലെവലും പഠിപ്പിക്കുന്നുണ്ട്. ചില കോളേജുകൾ 2 ഇയർ കൊണ്ടാണ് ഈ ലെവൽ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആണ് കിട്ടുക. കൊളോക്കിയൽ ജപ്പാനീസ് ലാംഗ്വേജ് അടക്കം സംസാരിക്കാൻ നിങ്ങളെ കേപ്പബിൾ ആക്കുന്ന ഒരു പ്രോഗ്രാമാണ് ജപ്പാനീസ് ലാംഗ്വേജ് സ്റ്റഡിക്ക് വേണ്ടി പോകുന്ന 1 or 2 ഇയർ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ N5 കഴിഞ്ഞു, N4ഉം N3യും പഠിക്കാനാണ് നിങ്ങൾ പോകുന്നത്. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഡിഗ്രി ഉള്ളവർക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഡിഗ്രി ഉള്ളവർക്കുള്ള ഓപ്ഷൻ? ഡിഗ്രി ഉള്ളവർക്ക് +2 ഉള്ളവർക്ക് TITP പ്രോഗ്രാമിലെ ഡയറക്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. +2 ഡിഗ്രി ഉള്ളവർക്ക് ആണെങ്കിൽ ഡയറക്റ്റ് SSW എന്ന് പറഞ്ഞ നെക്സ്റ്റ് ലെവലിൽ ജോയിൻ ചെയ്യാൻ കഴിയും. അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് ഫർദർ സ്റ്റഡീസിലേക്ക് മാറാം. ഇത് 2 ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഇത് ശരിക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ജപ്പാനീസ് ലാംഗ്വേജ് പഠിച്ച് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് പോകുന്നു. +2 കഴിഞ്ഞ ആൾ ഡിഗ്രിക്ക് പോകുന്നു, ഡിഗ്രി കഴിഞ്ഞ ആൾ PGക്ക് പോകാനുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമാണിത്. ഇതിൽ നിന്നുള്ള ഒരു ഡീവിയേഷൻ പ്രോഗ്രാമാണ്. നിങ്ങൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഫർദർ സ്റ്റഡി ആവശ്യമില്ല, ജോബിലേക്കാണ് മാറുന്നതെങ്കിൽ ജോബിലേക്ക് മാറാനുള്ള ഓപ്ഷനും ഈ സ്കീമിൽ അവൈലബിൾ ആണ്. ഈ 2 പാറ്റേൺ ആണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ജോബിലേക്ക് പോവാം, ജോബിലേക്ക് പോയാലത്തെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറയാം. അതുപോലെ ഇതിൻ്റെ പാർട്ട് ടൈം ജോബ് ഉണ്ട്. ആ പാർട്ട് ടൈം ജോബിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാർട്ട് ടൈം ജോബ് എല്ലാ രാജ്യങ്ങളിലും 20 മണിക്കൂറാണ് നമുക്ക് സാധാരണഗതിയിൽ പഠിക്കാൻ പഠനത്തിന്റെ സമയത്ത് ജോലി ചെയ്യാൻ കഴിയും. അപ്പോൾ ജപ്പാന്റെ പ്രത്യേകത 28 മണിക്കൂർ നിങ്ങൾക്ക് വീക്കിലി പെർ വീക്ക് വർക്ക് ചെയ്യാം. 28 മണിക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളുടെ ഓൾമോസ്റ്റ് നിയർ ബൈ ടൈം വർക്ക് ചെയ്തു. 40 hours ആണ് ഒരാൾ ഫുൾ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർക്കർ ബേസിക് കോൺട്രാക്റ്റിൽ ഉണ്ടാവുക. ഇപ്പൊ 28 hours എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറിന്റെ കുറവേ ഉള്ളൂ. നിങ്ങൾ 28 മണിക്കൂർ ലീഗലി നിങ്ങൾക്ക് ജപ്പാനിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 28 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ഏണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യൻ മണി 90,000 രൂപ മുതൽ 1,10,000 രൂപ വരെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബിലൂടെ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസസ് നമ്മളൊരു ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ ലീവ് ചെയ്യുന്ന അതേ കോസ്റ്റേ വരുന്നുള്ളൂ. നിങ്ങൾക്കൊരു 35,000 40,000 രൂപയ്ക്കകത്ത് നിങ്ങളുടെ ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, മൊബൈല്, ഇന്റർനെറ്റ് എല്ലാം കവേർഡ് ആവും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഏൺ ചെയ്യാനും നിങ്ങളുടെ മെയിൻ്റനൻസ്, ഫുഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻ ഈ പാർട്ട് ടൈമിൽ തന്നെ ലഭിക്കും. മറ്റൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾ പഠനം. അപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ബാക്കിയുണ്ടാവും, 28 മണിക്കൂർ എപ്പം ഞാൻ ജോലി ചെയ്യും? ഞാൻ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് ടൈം? അത് ഇന്ത്യൻ വിദ്യാഭ്യാസവും എബ്രോഡ് വിദ്യാഭ്യാസവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതിൽ നിങ്ങൾ പഠിക്കുന്നത് ഇന്ത്യയിൽ മൺഡേ ടു ഫ്രൈഡേ 9 to 5 o'clock പഠിക്കുന്നു. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ വിദേശത്തെത്തുമ്പോൾ വിദേശ യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും ഗൈഡ് ലൈൻ പ്രകാരം നിങ്ങൾ 16 മണിക്കൂറാണ് ഒരാഴ്ചയിൽ ക്ലാസ് റൂം ലേണിങ്ങിന് പോകേണ്ടത്. 16 മണിക്കൂർ ക്ലാസ് റൂം ലേണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ആവും. ബാക്കി നിങ്ങൾക്ക് 3rd ഡേയിൽ ചിലപ്പോൾ ലൈബ്രറി ലേണിംഗ് ഉണ്ടാവാം, ഓൺലൈൻ ലേണിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ അസൈൻമെന്റ്സ് ആവാം. അപ്പോൾ ആക്ച്വലി 2 അല്ലെങ്കിൽ 3 ദിവസമാണ് ഒരാഴ്ചയിൽ നിങ്ങളുടെ പഠന സമയത്ത് നിങ്ങൾ കോളേജ് അറ്റൻഡ് ചെയ്യുകയോ ലൈബ്രറി അറ്റൻഡ് ചെയ്യുകയോ ചെയ്യേണ്ടി വരിക. ബാക്കി സമയം നിങ്ങൾക്ക് ഫ്രീ ആണ്. അതായത് 7 ദിവസത്തിൽ 4 ദിവസവും നിങ്ങൾക്ക് ഫ്രീ കിട്ടും. 4 ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ഡേ ഷിഫ്റ്റിൽ പോകാം, ഈവനിങ്ങിൽ പോകാം, നൈറ്റ് ഷിഫ്റ്റിൽ പോകാം. 24 hours വർക്ക് ചെയ്യുന്ന നൈറ്റ് ലൈഫുള്ള ഏറ്റവും വലിയ സിറ്റികളാണ് ടോക്കിയോ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫുഡ് ചെയിനുകൾ, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ 24 hours ഉള്ള ഷിഫ്റ്റുകളിൽ എപ്പോൾ വേണേലും ജോയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസും ഇഷ്ടംപോലെ ജോബും അവൈലബിൾ ആണ്. അപ്പോൾ പാർട്ട് ടൈം ജോബിലൂടെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ട് ടൈം ജോബ് അല്ലാത്ത സമയത്ത് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്കിപ്പോൾ വെക്കേഷൻ വന്നു, സമ്മർ വെക്കേഷൻ വരും, അതുപോലെ വിന്റർ വെക്കേഷൻ വരും. ഈ 2 സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ടൈം ജോബ് ചെയ്യാനുള്ള പെർമിഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്റ്റുഡന്റ് വിസയിൽ ഇംപ്ലൈഡ് ആണ്. അപ്പോൾ ഫുൾ ടൈം ജോബ് ചെയ്യാന്ന് പറഞ്ഞാൽ 40 മണിക്കൂർ
50 മണിക്കൂർ 60 മണിക്കൂർ എത്ര മണിക്കൂറും നിങ്ങൾക്ക് ജോബ് ചെയ്യാം. അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫർദർ സ്റ്റഡീസിന്റെ കോഴ്സ് ഫീസിലേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് സേവിംഗ് ആയിട്ട് അതിനെ കീപ്പ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഫുൾ ടൈം നിങ്ങൾക്ക് വെക്കേഷൻ ടൈമിൽ ജോലി ചെയ്യാൻ പറ്റും. ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ 10 to 15 days ഉണ്ടാവും. അതുപോലെ സമ്മറിൽ നിങ്ങൾക്ക് മിനിമം 45 to 60 days 2 മാസത്തോളം ഉണ്ടാവും. വിന്ററിൽ ചിലപ്പോൾ 1 മാസം 1.5 മാസം ഉണ്ടാവും. അപ്പോൾ ഈ ടൈമെല്ലാം നിങ്ങൾ ഫുൾ ടൈം ജോലി ചെയ്യാണ്. അപ്പോൾ ആക്ച്വലി സ്റ്റഡിയോടൊപ്പം നിങ്ങൾ ഏൺ ചെയ്യുന്ന ഒരു സ്കീമാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഹയർ സ്റ്റഡീസ് ഇൻ ജപ്പാൻ എന്ന് പറയുന്ന ഈ ഒരു സ്കീം. ഇനി നിങ്ങൾ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഓപ്ഷൻസിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുവാണ്. അവിടെ എത്തിയതിനു ശേഷം സ്വിച്ച് ഓവർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് ഇതിന്റെ ഫീസിനെ പറ്റി ഇങ്ങോട്ട് പറയാം. എത്രയാവും ഇതിന്റെ ഫീസ്? അതായിരിക്കും മേജർ ആയിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ. ട്യൂഷൻ ഫീസ് വളരെ അഫോർഡബിൾ ആണ്. പെർ ഇയർ ട്യൂഷൻ ഫീസ് 3.5 ലക്ഷം മുതൽ 4.5 ലക്ഷം രൂപ വരെ മാത്രമേ വരുന്നുള്ളൂ. ഒരു വർഷം ഇന്ത്യയിൽ ഒരു കോഴ്സിന് നിങ്ങൾ പോയാൽ ഇതിലും കൂടുതൽ പൈസയാവും. 3.5 to 4 lakhs 4.5 lakhs എന്ന് പറഞ്ഞിരിക്കുന്നത് ചില കോളേജുകളുടെ ഫീസ് 3.5 ആയിരിക്കും, ചിലതിൽ 4 ആയിരിക്കും. അപ്പം ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ഒരു ഫീസിന്റെ സ്ട്രക്ചർ. അത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കോളേജോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫീസ് നിങ്ങൾ പേ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് 2 ലെവൽ എഡ്യൂക്കേഷൻ N3, N4 ആൻഡ് N3 പഠിക്കാനുള്ള ഓപ്ഷനാണ് കിട്ടുക. അത് 1 year പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീസ് എത്രയാണോ 1 year അടച്ചാൽ മതി. 2 year ആണെങ്കിൽ ഞാൻ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫീസ് പെർ ഇയർ ആണ്. സെക്കൻഡ് ഇയറിൽ വീണ്ടും നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അഡ്മിഷനെ പറ്റി നമ്മൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. നമുക്ക് ഏപ്രിൽ അത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഒക്ടോബറിലാണ് ഇപ്പോൾ ഡെഡ് ലൈൻ. 30th ഏപ്രിലാണ് നിങ്ങൾക്ക് ഈ ബ്രോഷറിൽ കാണുന്ന പോലെ 30th ഏപ്രിലിന് ഇതിന്റെ ഡെഡ് ലൈൻ ആണ്. പക്ഷെ 30th ഏപ്രിലിൽ വരുന്ന ആരെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 15th വരെ, അതുകൊണ്ടാണ് നമ്മുടെ മണി ബാക്ക് ഗ്യാരണ്ടി 15th വരെ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നത്. 15th വരുന്നവരെ നമുക്ക് ഡോക്യുമെന്റേഷനും ഇന്റർവ്യൂ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ അഡ്മിഷനിൽ എടുക്കാൻ കഴിയും. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ ഒരു പ്രോസസ് നോട്ട്, എത്ര ടൈം എടുക്കും, എങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒക്ടോബറിൽ പോകുന്നവർക്ക് ഈ ഏപ്രിൽ 30th ആണ് ക്ലോസിംഗ് ഡേറ്റ്. അത് ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് ആണ്. ആ സമയത്തിനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അസസ്മെന്റ് നടത്തിയിട്ട് കോളേജ് നിങ്ങൾക്കുള്ള ആദ്യത്തെ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യും. കണ്ടീഷണൽ ഓഫർ ലെറ്ററിന്റെ അകത്ത് കണ്ടീഷൻ എന്തായിരിക്കും? നിങ്ങൾ ഒന്നെങ്കിൽ N5 പാസ്സാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ സെമസ്റ്റർ ഫീസ്, അല്ലെങ്കിൽ ഒരു 1 year ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും നിങ്ങളുടെ കണ്ടീഷൻ. ആ കണ്ടീഷൻ നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് COE, സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി, ഇതാണ് നമ്മുടെ വിസയ്ക്ക് കൊടുക്കേണ്ട ഡോക്യുമെന്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി ഇഷ്യൂ ചെയ്യാൻ ടൈം എടുക്കും. കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൈമാറി അവിടെ നിന്നും വെരിഫൈ ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ജെനുവിൻ ആണെന്നും നിങ്ങളൊരു ജെനുവിൻ സ്റ്റുഡന്റ് ആണെന്നും നിങ്ങളുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ ജെനുവിൻ ആണെന്നും അതുപോലെ നിങ്ങളുടെ ലാംഗ്വേജ് പഠനം N5 കറക്റ്റ് ആണെന്നും ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ തരിക. ഇതിൻ്റെ അകത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി കിട്ടുന്ന കുട്ടിക്ക് വിസ കിട്ടിയിരിക്കും. ഇത് ഇന്ത്യ ഗവൺമെന്റും ജപ്പാൻ ഗവൺമെന്റും തമ്മിലുള്ള ട്രീറ്റിയിൽ പോകുന്ന പ്രോഗ്രാം തന്നെയാണ് ഈ സ്റ്റഡിയും. ആ ട്രീറ്റിയുടെ ഭാഗമായിട്ട് ഈ ഡോക്യുമെന്റ് ബിഫോർ ഹാൻഡ് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. ഇമിഗ്രേഷൻ അത് വെരിഫൈ ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ COE ഇഷ്യൂ ചെയ്യുന്നത്. COE ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് വിസ കിട്ടുന്നതാണ്. പ്രൊവൈഡഡ് നിങ്ങൾ കൊടുക്കുന്ന ഏതെങ്കിലും പിന്നീട് കൊടുക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, മെയിൻ്റനൻസ് ഫണ്ടിന് കൊടുക്കുന്നോ അങ്ങനെ ഏതെങ്കിലും വ്യാജരേഖയോ ഫേക്കോ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വിസ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് ഈ പറയുന്ന പ്രോഗ്രാം. മറ്റ് കൺട്രികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് അതാണ്. മറ്റ് കൺട്രികളിലൊക്കെ ഇപ്പം നമ്മൾ യൂറോപ്പിലും ഒക്കെ നമ്മൾ വിസ ചെയ്യുന്നതാണ്, സ്റ്റഡി ചെയ്യുന്നതാണ്, ജോബ് ചെയ്യുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും റിജക്ഷൻ വരാം, റെഫ്യൂസ് ചെയ്യാം, അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ ഈ പറയുന്ന പാറ്റേൺ ഫോളോ ചെയ്യുന്നവർക്ക് വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കും. അപ്പോൾ വിസ അപ്രൂവൽ വരുന്നു, വിസ സ്റ്റാമ്പിങ് വരുന്നു. നമ്മൾ ഇന്ത്യക്ക് ഒക്ടോബറിൽ തുടങ്ങുന്ന ഇന്ത്യക്കിന് 1 മാസം മുന്നെയെങ്കിലും നമ്മൾ അവിടെ എത്തുന്നത് പോലെ, സെപ്റ്റംബർ എൻഡോട് കൂടിയെങ്കിലും എത്തുന്നത് പോലെ പ്ലാൻ ആക്കുക, അവിടെ എത്തുക, നമ്മൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രോസസ് നോട്ട്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് ഓപ്പൺ ഉള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബിലേക്ക് മാറേണ്ട ഓപ്ഷൻ പറഞ്ഞു. അത് N4 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബിലേക്ക്, അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കിട്ടാവുന്ന ജോബിന്റെ കാറ്റഗറികളൊക്കെ സ്കിൽഡ് കാറ്റഗറി പോലെയുള്ള ജോബിലേക്കായിരിക്കും നിങ്ങൾ സ്വിച്ച് ഓവർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സാലറിയും അതിന് അനുസരിച്ച് പരിമിതമായിരിക്കും. എന്നാൽ പോലും നിങ്ങളുടെ മിനിമം വേജസ് ആക്ട് പ്രകാരം നിങ്ങൾക്ക്
1.25 lakhs to 1.5 lakhs ഉള്ള സാലറിയോട് കൂടി നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ കഴിയും. അത് നിങ്ങളുടെ പാർട്ട് ടൈം, ഫുൾ ടൈമിലേക്കും അതുപോലെ ഓവർ ടൈമിലേക്കും പോകുമ്പോൾ നിങ്ങളുടെ ഈ സാലറി സ്കെയിൽ വീണ്ടും ഹയർ ആയിട്ട് പോകുന്നതാണ്. ഇത് നിങ്ങൾ അവിടെ എത്തി N5 ഇവിടുന്ന് പഠിച്ചിട്ട് പോയി N4 മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഓവർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് പറയുന്നത്. അതേ സമയത്ത് N3 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSW സ്പെസിഫൈഡ് സ്കിൽഡ് വർക്കർ സ്കീമിലേക്ക് മാറാൻ പറ്റും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഈ 2 ലെവലും പഠിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഈവൻ PR പോകുമ്പോൾ പോലും നിങ്ങൾക്ക് ഈ ലെവൽ മതിയാകും PR കിട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ N3 പഠിച്ചിട്ട് സ്വിച്ച് ഓവർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ 1 year ഫീസ് അടച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ ആ 1 year ഈ 2 ലെവലും പഠിച്ച് പൂർത്തിയാക്കി അവരുടെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എംപ്ലോയ്മെന്റിലേക്ക് ജപ്പാനിൽ തന്നെ നിന്നുകൊണ്ട് സ്വിച്ച് ഓവർ ചെയ്യാം. നിങ്ങൾ തിരിച്ചു വരേണ്ടതില്ല. നിങ്ങൾക്ക് ജപ്പാനിൽ തന്നെ സ്വിച്ച് ഓവർ ചെയ്ത് ജോബിലേക്ക് മാറി നിങ്ങൾക്ക് PR പോകാനുള്ള ഓപ്ഷനാണ് ശരിക്ക് ഈ സ്റ്റഡി റൂട്ടിലൂടെ. ഇപ്പം ഈ ഒരു റൂട്ട് അവൈലബിൾ ഉള്ള ഒരേ ഒരു കൺട്രി അപ്പാർട്ട് ഫ്രം ജപ്പാന് ഇത് കാനഡ മാത്രമാണ്. കാനഡയിലും ഇപ്പൊ ഇഷ്ടംപോലെ റെസ്ട്രിക്ഷൻസും മറ്റു കാര്യങ്ങളും വന്നിട്ടുണ്ട്. IELTS ആവശ്യമുണ്ട്. ട്യൂഷൻ ഫീസ് ഇതിൻ്റെയൊക്കെ 2x3x ആണ് പെർ ഇയർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ള കൺട്രി ഗ്യാപ്പ് അക്സെപ്റ്റഡ് ആണ്, ബാക്ക്ലോഗ് അക്സെപ്റ്റഡ് ആണ്. കാനഡയൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാനഡയിൽ സെറ്റിൽമെന്റ് തരുന്നുണ്ടെങ്കിലും കുറേയേറെ കണ്ടീഷൻസ്, അതുപോലെ ബാങ്കിൽ കാണിക്കേണ്ട എമൗണ്ട് ഒക്കെ വളരെ ഹൈ ആണ്. ഇവിടെയും ബാങ്കിൽ ഒരു എമൗണ്ട് ഒക്കെ കാണിക്കുന്നതുകൊണ്ട് അതിനുള്ള ഓപ്ഷൻസ്, തേർഡ് പാർട്ടി അസിസ്റ്റൻസും മറ്റു കാര്യങ്ങളെല്ലാം വിസ ഫോർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊന്നും കൺസേൺ ആവേണ്ടില്ല. നിങ്ങളാകെ തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഞങ്ങളുടെ ഈ ഓഫറുകൾ അവൈൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് സ്പൗസ് വിസ പെർമിറ്റഡ് ആണോ? സ്റ്റഡി ടൈമിൽ നിങ്ങൾക്ക് സ്പൗസ് വിസ പെർമിറ്റഡ് അല്ല. നിങ്ങൾ അവിടെ എത്തി SSW സ്കീമിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അടുത്തൊരു ചോദ്യം ഇവിടെ ആഡ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഹയർ സ്റ്റഡി ഓപ്ഷൻസിനെ പറ്റി പറഞ്ഞിരുന്നു. നിങ്ങൾ അവിടെ എത്തി ലാംഗ്വേജിന്റെ N3 പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ കോഴ്സുകളിലേക്ക്, PG ലെവൽ കോഴ്സുകളിലേക്ക് മാറാൻ പറ്റും. അത് നിങ്ങൾ ജപ്പാനീസ് മീഡിയത്തിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതും വളരെ ട്യൂഷൻ ഫീസ് വളരെ കുറഞ്ഞ സ്കീമുകളിൽ ടെക്നോളജി, സയൻസ്, കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ക്യാമ്പസിൽ നിന്ന് തന്നെ ജോബിലേക്കുള്ള സെലക്ഷൻ കിട്ടുന്ന ടോപ്പ് നോച്ച് ആയിട്ടുള്ള വേൾഡിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കമ്പനികൾ IT-യിലും കൺസ്ട്രക്ഷനിലും എഞ്ചിനീയറിംഗും ടെക്നോളജിയിലുമുള്ള കമ്പനികളെ നിങ്ങളെ ക്യാമ്പസിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ജപ്പാനിൽ ജോബ് തരുന്നതാണ്. അപ്പൊ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സെറ്റിൽമെന്റിലേക്ക് പോകാൻ, നല്ലൊരു സ്റ്റാറ്റസ് ലൈഫിലേക്ക് പോകാൻ, ബെസ്റ്റ് കൾച്ചർ, ബെസ്റ്റ് കൺട്രിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് ഗേറ്റ് വേ ആണ് ഈ ഒരു സ്കീം. ഈ സ്കീം നിങ്ങൾ അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. റീസെന്റ്ലി ആണ് സൗത്ത് ഇന്ത്യയിൽ പ്രൊമോഷനായി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ പാർട്ടായിട്ടാണ് നമ്മളിത് കേരളത്തിൽ നമ്മൾ എക്സ്ക്ലൂസീവായി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതാത് ബ്രാഞ്ചുകളെ, നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ബ്രാഞ്ചുകളെ കോൺടാക്ട് ചെയ്യുക, അവരിൽ സൈനപ്പ് ചെയ്യുക, ഈ പറഞ്ഞ ഡെഡ് ലൈനും മറ്റു കാര്യങ്ങളും ഓർമ്മിക്കുക. അപ്പോൾ ഈ സെമിനാർ ഇവിടെ കൺക്ലൂഡഡ് ആവുകയാണ്. ഇനി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ടൈമാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, അതിന്റെ ക്ലാരിറ്റിയിലേക്ക് പോവാം.